Hello students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന topic optical activity and polarimeter. Polarimeter is an instrument that works on principle of optical activity and it determines the specific rotation of a liquid. So we will see what is optical activity, what is meant by specific rotation and what is the working of a polarimeter. So let's first see what is optical activity. Optical activity is certain crystals and solutions possesses a natural ability to rotate the plane of polarization about the direction of propagation. It is known as optical activity. That is, നമുക്കറിയാം ഒരു പോളറൈസ്ഡ് ലൈറ്റിന് it has a plane of polarization. അപ്പോൾ ആ പ്ലെയിൻ ഓഫ് പോളറൈസേഷനെ റൊട്ടേറ്റ് ചെയ്യാൻ ചില ക്രിസ്റ്റൽസിന് നാച്ചുറലായിട്ട് തന്നെ അങ്ങനത്തെ എബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ക്രിസ്റ്റൽസിനെയാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ക്രിസ്റ്റൽസ് എന്ന് പറയും. അങ്ങനത്തെ ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ദാറ്റ് ഈസ് ദറ്റ് മെറ്റീരിയൽ വിൽ ബി ഏബിൾ ടു റൊട്ടേറ്റ് ദി പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ about the direction of propagation. Okay. But in case of crystals, this ability arises due to the twisted arrangement of atomic layers with respect to one another. And in liquids and solids, the optical activity is due to certain structural symmetry in their molecules. So we will see the optical activity in detail. So optical rotation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റ് സീ ദിസ്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഇറ്റ് ഹാസ് വൈബ്രേഷൻ ഇറ്റ് ഹാസ് പി കമ്പോണൻറ്റ് അല്ലേ, പി കമ്പോണൻറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ദ വൈബ്രേഷൻസ് ആർ പാരലൽ ടു ദി പ്ലെയിൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈറ്റ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് പാസിങ് ത്രൂ എ ഒപ്റ്റിക്കലി ആക്റ്റീവ് ക്രിസ്റ്റൽ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ക്രിസ്റ്റൽ അതിൻ്റെ ഫേസ് ഓഫ് ദി ക്രിസ്റ്റൽ ഈസ് കട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിൻ്റെ ഫേസ് ഉള്ളത്. അപ്പോൾ ഇതിലൂടെ ഈ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് സി ഹിയർ ദി പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഈസ് റൊട്ടേറ്റിംഗ്. അതായത് ഇത് നേരത്തെ ഇങ്ങനെയായിരുന്നു, എക്സാക്ട്ലി പാരലലായിരുന്നു. അതിന് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഇത് കുറച്ച് ഒരു ചെറിയ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും, പിന്നെ റൊട്ടേറ്റ് ചെയ്യും. അതായത് ആസ് ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ ക്രിസ്റ്റൽ ഇറ്റ് റൊട്ടേറ്റ്സ് ഇറ്റ്സ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് നോക്കൂ, ഇവിടെ എത്തുന്ന സമയത്ത് ഇത് എസ് കമ്പോണൻ്റ് ആയി മാറി. അതായത് ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ഇവിടെ പാരലലായിരുന്നെങ്കിൽ ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇൻ ടു ദി പ്ലെയിൻ ആയി മാറി. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടുന്ന് ഇത് ഇവിടെ എത്തുന്ന സമയത്തേക്ക്. പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഹാസ് റൊട്ടേറ്റഡ് ത്രൂ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അത് കഴിഞ്ഞ് പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെയും ഇത് റൊട്ടേറ്റ് ചെയ്ത് വരിക തന്നെയാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് പുറമെ എത്തി കഴിഞ്ഞാൽ ഇത് ഏറ്റവും ലാസ്റ്റ് റൊട്ടേഷൻ എന്താ വെച്ചാൽ ആ ഒരു പ്ലെയിനിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യും. ആ ഒരു പ്ലെയിൻ ഓഫ് പോളറൈസേഷനിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. സോ ഇവിടെ ഇതിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, ഉള്ളിൽ കയറി കഴിഞ്ഞ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ആയി. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് വാസ് വെൻ ഇറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദി crystal. Okay, so this property of certain material is called optical activity. Optical activity എന്ന് പറഞ്ഞാൽ ചില സബ്സ്റ്റൻസിന് നാച്ചുറൽ ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് those crystals will be able to rotate the plane of polarization of a polarized light. Okay, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് നോക്കാം നമുക്ക്. വെൻ എ ബീം ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എ ക്വാർട്സ് ക്രിസ്റ്റൽ. ക്വാർട്സ് നമുക്ക് ഇതിനൊരു എക്സാമ്പിളാണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലിനൊരു എക്സാമ്പിളാണ് ക്വാർട്സ്. ഓക്കെ, അപ്പോൾ ക്വാർട്സ് ക്രിസ്റ്റൽ along the optic axis the plane of polarization steadily turns about the direction of the beam. അപ്പോൾ സ്റ്റഡിലി ആയിട്ട് മെല്ലെ ഡയറക്ഷൻ ഓഫ് ദി ബീം എന്ന് പറഞ്ഞാൽ ബീം അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, ടേൺ ചെയ്യും. ദ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ആസ് ഫോളോസ്. നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മളെ ഐസിന്
doesn't have the ability to find the state of polarization or angle of polarization. നമുക്ക് പോളറൈസ്ഡ് ലൈറ്റിനെ തിരിച്ചറിയാൻ പോലുള്ള കഴിവ് നമ്മളെ കണ്ണിനില്ല. അപ്പോൾ അതെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പം ഇവിടെ പറയുന്നത്. ഇഫ് യു ഹാവ് ടു പോളറോയിഡ്സ് അല്ലെങ്കിൽ നിക്കോൾ പ്രിസം അങ്ങനെ ഉണ്ടെങ്കിൽ ആർ ഹെൽഡ് ഇൻ ക്രോസ് കോൺഫിഗറേഷൻ. അതായത് ക്രോസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പാരലായിട്ടും ഒന്ന് അതിന് പെർപെൻഡിക്കുലറായിട്ടും, അതാണ് ക്രോസ്ഡ് പൊസിഷൻ. ക്രോസ് പൊസിഷനിൽ വയ്ക്കുകയാണെങ്കിൽ ക്രോസ് കോൺഫിഗറേഷൻ ആൻഡ് ഇഫ് എ ബീം ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് വ്യൂഡ് ത്രൂ ദം, അൺപോളറൈസ്ഡ് ലൈറ്റ് അതിലൂടെ നോക്കുകയാണെങ്കിൽ the field of view appears to be completely dark. അത് നമുക്കറിയാം. ഫസ്റ്റ് പോളറൈസ്ഡ് അൺപോളറൈസ്ഡ് ലൈറ്റ് നമുക്കെടുത്ത് രണ്ട് നിക്കോൾ പ്രിസം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പോളറൈസ്ഡ് ലൈറ്റ് ആദ്യത്തെ നിക്കോൾ പ്രിസത്തിലൂടെ പോകുന്ന സമയത്ത് അത് പ്ലെയിൻ പോളറൈസ്ഡ് ആവും. ആ നിക്കോൾ പ്രിസത്തിന് ക്രോസ്ഡ് ആയിട്ടാണ് നമ്മൾ അടുത്ത അനലൈസർ ആയിട്ടുള്ള നിക്കോൾ പ്രിസം വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മളെ ഔട്ട്പുട്ട് നിറഞ്ഞത് കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിരിക്കും അല്ലേ. ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നിക്കോൾ പ്രിസത്തിന്റെ ഫസ്റ്റത്തെ പോളറൈസറിന്റെ ആക്സിന് പാരലായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ക്രോസ് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പാരലായിട്ട് ഒരു വൈബ്രേഷൻസും ഉണ്ടാവില്ല. അതുകൊണ്ട് ഔട്ട്പുട്ട് വിൽ ബി കംപ്ലീറ്റ്ലി ഡാർക്ക്. അപ്പോൾ ഇങ്ങനെ ക്രോസ് പൊസിഷനിലുള്ള രണ്ട് നിക്കോൾ പ്രിസത്തിനുള്ളിലൂടെ അൺപോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി യു വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് ഡാർക്ക്നെസ്. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഈ രണ്ട് നിക്കോൾ പ്രിസത്തിന് ഇടയിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഇടയിൽ വയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ക്വാർട്സ് ക്രിസ്റ്റൽ ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദി പോളറൈസേഴ്സ്. പോളറൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് വൺ ഈസ് പോളറൈസർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് അനലൈസർ സച്ച് ദാറ്റ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ ദി ക്രിസ്റ്റൽ. ദ ഫീൽഡ് ഓഫ് വ്യൂ നൗ appears lit up indicating that light is not cut off by the analyzer. അപ്പോൾ ഇവിടെ നമ്മൾ അതിനിടയ്ക്ക് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ അൺപോളറൈസ്ഡ് ലൈറ്റ് ആദ്യം എന്തിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു? നമ്മൾ പോളറൈസറിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ആ പോളറൈസറിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് നമ്മൾ പിന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന നിക്കോൾ പ്രിസം എന്ന് പറയുന്നത് ക്രോസ് പൊസിഷനിലാണ്. അപ്പോൾ ക്രോസ് പൊസിഷനിലാവുന്ന സമയത്ത് കുറച്ച് കമ്പോണൻസ് അതിലൂടെ എമിറ്റ് ചെയ്യും എക്സാക്ട്ലി. അതായത് നമ്മളെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ലൈറ്റിൻ്റെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നമുക്ക് നേരത്തെ എന്തായിരുന്നു? എക്സാക്ട്ലി 90 ഡിഗ്രിയിലായിരുന്നു പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ആൻഡ് യുവർ നിക്കോൾ പ്രിസം ഈസ് കെപ്റ്റ് ക്ലോസ് ടു ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റൽ എന്താക്കി? പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറിയ ലൈറ്റ് നമുക്ക് നിക്കോൾ പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ, അതായത് രണ്ടാമത്തെ അനലൈസറിനുള്ളിലൂടെ കാണാൻ പറ്റും. ഓക്കെ, ദ ലൈറ്റ് ഈസ് നോട്ട് കട്ട് ഓഫ് ബൈ ദി അനലൈസർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് in order to cut off the transited light we find that analyzer is to be rotated through a certain angle. അപ്പോൾ അനലൈസർ ഒരു ചെറിയ ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ആവുന്നത്. അപ്പോൾ ആ ആംഗിളാണ് ശരിക്കും ഇത് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. എത്രയാണ് നമ്മുടെ ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ എത്രത്തോളമാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ പ്ലെയിനിന് റൊട്ടേറ്റ് ചെയ്തതെന്ന് നമുക്ക് ആ ആംഗിളിൽ കിട്ടും. അതായത് അത്രയും ആംഗിൾ ആയിരിക്കണം നമ്മൾ അനലൈസർ റൊട്ടേറ്റ് ചെയ്യേണ്ടത് പിന്നെയും കംപ്ലീറ്റ് ഡാർക്ക്നെസ് കിട്ടാൻ. ഓക്കെ, അതായത് നമ്മുടെ ക്വാർട്സ് ക്രിസ്റ്റൽ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് അതൊരു റൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലേ? ആ റൊട്ടേഷനാണ് നമ്മൾ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ റൊട്ടേഷൻ ആ ആംഗിളിൽ നമ്മൾ അനലൈസർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ദ കംപ്ലീറ്റ് ഡാർക്ക്നെസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കാണുന്നത്. ദ എക്സ്പെരിമെന്റ് എസ്റ്റാബ്ലിഷസ് ദാറ്റ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് produced by the polarizer remains plane polarized while passing through the quartz crystal, but the plane of polarization is rotated through an angle. This angle is the angle through which the analyzer is rotated in order to cut off the light totally. അപ്പോൾ അനലൈസർ അത്രയും ആംഗിളാണ് പിന്നെ റൊട്ടേറ്റ് ചെയ്യേണ്ടത് നമുക്ക് full complete darkness കിട്ടാൻ. And the optical rotation, that is the rotation of the plane polarized light, is shown in figure. അപ്പോൾ നമ്മൾ ആ ഫിഗർ നോക്കാം. ഇവിടെ
ഇതാണ് ഫിഗർ. അപ്പോൾ ഇവിടെ നമ്മൾ ലൈറ്റ് ആൻഡ് പോളറൈസ്ഡ് ലൈറ്റ് എടുക്കുന്നു, പോളറൈസറിലൂടെ പോകുന്നു, ആൻഡ് യു ഹാവ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇവിടെ യു ഹാവ് എ സാമ്പിൾ വിച്ച് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അത് അങ്ങനെ ആകുന്ന സമയത്ത് എന്താണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഇങ്ങനെയുള്ളത്, ഇതായിരുന്നു ആദ്യത്തെ പ്ലെയിന്, അത് റൊട്ടേറ്റ് ചെയ്തു ഇങ്ങനെയായി മാറി. ആൻഡ് ദിസ് വിൽ ബി ദ ആംഗിൾ തീറ്റ. ഇപ്പോൾ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഈ പ്ലെയിനിലാണ് വൈബ്രേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിനിൽ വൈബ്രേഷൻസ് ആവണമെങ്കിൽ നമ്മൾ ഇത്രയും ആംഗിൾ ഇത് ഈ ഒപ്റ്റിക്കൽ ആക്റ്റീവ് മെറ്റീരിയൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ക്രോസ് പൊസിഷൻ എന്ന് വെക്കുന്നത് ഇതിനെങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വെക്കുന്ന സമയത്ത് ഡാർക്ക് ആയിരിക്കും. പക്ഷേ ഇതിപ്പം തീറ്റ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തതിനുണ്ട്. പിന്നെ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ആവണമെങ്കിൽ ദ അനലൈസർ ഓൾസോ ഹാസ് ടു റൊട്ടേറ്റ് ആൻ ആംഗിൾ തീറ്റ. എന്നാൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴുള്ള ഈ പ്ലെയിനിൽ കംപ്ലീറ്റ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആവുള്ളൂ. അല്ലേ, ഇപ്പോൾ പ്ലെയിൻ ഓഫ് പോളറൈസേഷന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് യു ആർ ഗെറ്റിംഗ് ടോട്ടൽ ഡാർക്ക്നെസ്. അപ്പോൾ ഈ പ്ലെയിനിൽ എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആക്കാൻ വേണ്ടി യു ഹാവ് ടു ദ അനലൈസർ ഹാസ് ടു മൂവ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പോൾ അതാണ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒരു ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണ്. ദ എബിലിറ്റി ടു റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ബൈ സർട്ടൻ സബ്സ്റ്റൻസ് ഇസ് കോൾഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. And substances have the ability to rotate the plane of polarized light passing through them called optically active substances. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ക്വാർട്സ് ആൻഡ് സിന്നബർ. ക്വാർട്സും സിന്നബറും ഒക്കെ അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. അതുപോലെ അക്യൂസ് സൊല്യൂഷൻ ഓഫ് ഷുഗർ, ടാർട്ടാറിക് ആസിഡ് ഒക്കെ ഇതേപോലെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഷുഗർ സൊല്യൂഷൻ, ടാർട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പുളിയിലുള്ള, അപ്പോൾ അതെല്ലാം ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ് സൊല്യൂഷൻസ് ആണ്. അപ്പം കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ക്വാർട്സ് ആൻഡ് സിന്നബർ ആണ് ക്രിസ്റ്റൽസിൽ. ആൻഡ് ഇൻ അക്വസ് കേസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഇറ്റ് ഈസ് സൊല്യൂഷൻസ് ഓഫ് ഷുഗർ. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഉണ്ട്. വൺ ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് അതർ ഈസ് ലീവോ റൊട്ടേറ്ററി. അപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ് ടുവേർഡ്സ് റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന് റൈറ്റ് ഹാൻഡഡ് ഓർ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന് ലെഫ്റ്റ് ഹാൻഡഡ് ഓർ ലീവോ റൊട്ടേറ്ററി എന്ന് പറയും. പിന്നെ ഇനി നമുക്ക് സ്പെസിഫിക് റൊട്ടേഷൻ എന്നുള്ളൊരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മെഷർ ഓഫ് എ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഓഫ് എ സാമ്പിൾ ഈസ് ദ rotation produced for 1 millimeter slab for solid. സോളിഡ്സിൻ്റെ കേസിൽ 1 millimeter thickness ഉള്ളൊരു സ്ലാബ്. ആൻഡ് ഇൻ കേസ് ഓഫ് ലിക്വിഡ് ഇറ്റ് ഈസ് 100 millimeter or 10 centimeter path length for a liquid. അപ്പോൾ ഇത്രയും ഈ സാമ്പിളിനാണ് സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തത്. ദിസ് മെഷർ ഈസ് കോൾഡ് സ്പെസിഫിc rotation. Liquids usually rotate the light much less than solids, and solutions of solid will obviously show an effect that depends on the concentration of active material and to a small extent both on temperature and solvent. അപ്പോൾ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു മെഷറാണ്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു ടേമാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുക. സോളിഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഫോർ 1 millimeter slab of a solid, or for liquid it is 100 millimeter or 10 centimeter. അപ്പോൾ ഇത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫോർ ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ്. ഓക്കെ, ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കൃത്യമായിട്ട് മെഷർ ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് നോക്കാം. എന്താണ് സ്പെസിഫിക് റൊട്ടേഷൻ്റെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇഫ് an optically active material is kept between two cross polarizers, the field of view becomes bright. അത് നമ്മൾ കണ്ടു അല്ലേ, ക്രോസ് പോളറൈസറിൻ്റെ ഇടയ്ക്ക് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ഓഫ് വ്യൂ നേരത്തെയുള്ള ഡാർക്കിന് പകരം സ്ലൈറ്റ് ആയിട്ട് ബ്രൈറ്റ് ആവും, ബിക്കോസ് ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ദി ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ്. In order to get the darkness once again, the analyzer has to be rotated through an angle. അത് നമ്മൾ പറഞ്ഞു, ഒരു പെർട്ടിക്കുലർ ആംഗിൾ അനലൈസർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളാണോ പ്ലെയിൻ ഓഫ് വൈബ്രേഷന് അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പോളറൈസേഷന്
നമ്മളുടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് റൊട്ടേറ്റ് ചെയ്ത് അത്ര ആംഗിൾ തന്നെ എന്ത് റൊട്ടേറ്റ് ചെയ്യണം, അനലൈസർ റൊട്ടേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ യു വിൽ ഗെറ്റ് അഗെയിൻ കംപ്ലീറ്റ് ഡാർക്ക്നെസ്. The angle through which the analyzer is rotated equals the angle through which the plane of polarization is rotated by the optically active substance. And this angle depends on. അപ്പോൾ ഈ ആംഗിൾ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് പ്ലെയിൻ ഓഫ് പോളറൈസേഷനെ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ത്രൂ ആൻ ആംഗിൾ, ആൻഡ് ദാറ്റ് ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ തിക്നെസ് ഓഫ് ദി സബ്സ്റ്റൻസ്. നമ്മുടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓർ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. അപ്പം സോളിഡ്സ് ആണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ, ഓർ ഇഫ് ഇറ്റ് ഈസ് എ ലിക്വിഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. പിന്നെ ഉള്ളത് നെക്സ്റ്റ് തേർഡ് വൺ ഇസ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നമ്മളിതിലൂടെ പാസ് ചെയ്യുന്ന പോളറൈസ്ഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഫൈനലി ഓൺ ദി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഫോർ ക്രിസ്റ്റൽസ് യു ക്യാൻ റൈറ്റ് ദി എമൗണ്ട് ഓഫ് റൊട്ടേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എൽ എന്ന് എഴുതാം. ആൽഫ ഇൻറ്റു എൽ എന്ന് എഴുതാം. ആൻഡ് ആൽഫ ഇസ് ദ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ആൻഡ് എൽ ഇസ് ദ ലെങ്ത് തിക്നെസ് ഓഫ് ദി സബ്സ്റ്റൻസ്. നമ്മുടെ സബ്സ്റ്റൻസിൻ്റെ തിക്നെസ് ആണ്. ഓക്കെ, ദിസ് ഇക്വേഷൻ ഈസ് ഫോർ സോളിഡ്സ് ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് തീറ്റ ഈക്വൽ ടു ആൽഫ ഇൻറ്റു എൽ. ഇനി ഇത് സൊല്യൂഷൻ ആണെങ്കിൽ ഇൻ സൊല്യൂഷൻസ് ദ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ തീറ്റ ഇസ് ഗിവൺ ബൈ തീറ്റ ഇസ് ഈക്വൽ ടു എസ് സി എൽ. ഇവിടുത്തെ എസ് എന്ന് പറയുന്നതാണ് സ്പെസിഫിക് റൊട്ടേഷൻ. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് and is denoted by the letter S. SCl. C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. നമ്മളിപ്പോൾ ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ, ഷുഗർ നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ലയിപ്പിച്ചതാണ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ ആണ് സി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എൽ ഈസ് ദ എന്താണ്, എത്രയാണ് ഇതിൻ്റെ ലെങ്ത്, എത്രയാണ് ഈ ലിക്വിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന പാത്രത്തിൻ്റെ ലെങ്ത്. അപ്പോൾ അതാണ് സ്മോൾ എൽ. ഇവിടെ സോളിഡ് ആണെങ്കിൽ സോളിഡിൻ്റെ ലെങ്ത്, സോളിഡ് സ്ലാബിൻ്റെ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇനി സ്പെസിഫിക് റൊട്ടേഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്പെസിഫിക് റൊട്ടേഷൻ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ എസ് ആണ് ശരിക്കും സ്പെസിഫിക് റൊട്ടേഷൻ. എസ് ഇസ് ഈക്വൽ ടു തീറ്റ ബൈ എൽ സി എന്ന് എഴുതാം അല്ലേ? ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു theta by LC എന്ന് എഴുതാം. Specific rotation for a given wavelength of liquid at a given temperature is defined as the rotation produced by 1 decimeter long column of solution. 1 decimeter എന്ന് പറഞ്ഞാൽ 10 centimeter. നമ്മൾ നേരത്തെ പറഞ്ഞു 100 millimeter അല്ലെങ്കിൽ 10 centimeter ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 10 centimeter എന്ന് പറഞ്ഞത് 1 decimeter ആണ്. 1 decimeter long column of solution containing 1 gram of optically active material per cubic centimeter. Cubic centimeter of solution. Centimeter cube. അതാണ് സി സി എന്ന് പറയുന്നത്. അപ്പോൾ സി സി ഓഫ് സൊല്യൂഷൻ അത് വോളിയമാണ്. അത്ര വോളിയം സൊല്യൂഷൻ. 1 gram of optically active material per സി സി ഓഫ് സൊല്യൂഷൻ. അങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു തീറ്റ ബൈ എൽ സി എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലിനെ നമ്മൾ ഡെസിമീറ്റർ എന്നുള്ള ആക്കി ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 10 തീറ്റ ബൈ എൽ സി എന്ന് വരും. ഇവിടെ എൽ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിൽ എടുക്കണം. ഇത് ശ്രദ്ധിക്കണം, എക്സാം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എൽ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മളിത് ഡിഫൈൻ ചെയ്തത് തന്നെ അങ്ങനെയാണ്, 10 ഡെസിമീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻ വിൽ ബി 10 തീറ്റ ഡിവൈഡഡ് ബൈ എൽ സി എന്ന് വരും. ആൻഡ് എൽ ഇസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്പെസിഫിക് റൊട്ടേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് നമുക്കിപ്പോൾ സ്പെസിഫിക് റൊട്ടേഷൻ ഒക്കെ ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് ദ എത്രയാണ് നമ്മൾ ഒരു സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 millimeter അല്ലെങ്കിൽ 10 millimeter പാത്ത് ലെങ്ത് ഉള്ള ലിക്വിഡിന് എത്രത്തോളമാണ് റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എത്രത്തോളമാണ് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസ് ഇത്രയും ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള 1 millimeter സ്ലാബ് ഓഫ് സോളിഡ് ഓർ 10 millimeter പാത്ത് ലെങ്ത് ഓഫ് ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് മെഷറാണ് സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇനി നമ്മളത് എങ്ങനെ എക്സ്പെരിമെൻ്റലി അത് കണ്ടുപിടിക്കുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു മെഷർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് polarimeter. So polarimeter is an instrument used for determining the optical rotation of solutions. ഇപ്പോൾ സൊല്യൂഷൻസിൻ്റെയാണ് നമ്മൾ പൊളാരിമീറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നത് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് ഷുഗറിൻ്റെ ഒക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം ഇതിൽ യു വിൽ ഹാവ് ഇതിൻ്റെ കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ലൈറ്റ് സോഴ്സ് നിന്ന് ഉള്ള ലൈറ്റ് റേസ് ആണിത്. ദിസ് ഈസ് അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. ആൻഡ് യു ഹാവ് എ നിക്കോൾ പ്രിസം ആൻഡ് വിച്ച് വിൽ പോളറൈസ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ്. അത് കഴിഞ്ഞ് യു ഹാവ് എ ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. ഈ ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം യു വിൽ ഹാവ് അനദർ അനലൈസർ. അപ്പോൾ അനലൈസറിലൂടെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഡാർക്ക്നെസ്സും മാക്സിമം ബ്രൈറ്റ്നെസ്സും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. അപ്പോൾ കൃത്യമായിട്ട് ഡാർക്ക്നെസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. ഇതിൻ്റെ ഒരു ഹാഫ് എന്ന് പറയുന്നത് ക്വാർട്സ് മെറ്റീരിയൽ ആയിരിക്കും, അതർ ഹാഫ് വിൽ ബി ഗ്ലാസ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കമ്പയർ ചെയ്യും. രണ്ട് തരം മെറ്റീരിയൽ ഇൻറ്റൻസിറ്റി കമ്പയർ ചെയ്തിട്ട് യു ക്യാൻ പെർഫെക്റ്റ്ലി ഡിറ്റർമിൻ ദ ഡാർക്ക് പൊസിഷൻ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. ലോറൻസ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ് ട്യൂബിലാണ് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്ത ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യു ക്യാൻ സീ ഹിയർ ദാറ്റ് ഇറ്റ് റൊട്ടേറ്റ്സ് ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അപ്പോൾ ഇത് കുറച്ച് ചരിഞ്ഞത് കണ്ടില്ലേ. അപ്പോൾ ഇതിന് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒപ്റ്റിക്കലി എത്രയാണ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഉണ്ടായത് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിന് നമ്മൾ എഗെയിൻ അനലൈസ് ചെയ്യാൻ യു ഹാവ് എ അനലൈസർ ദാറ്റ് ഇസ് അനദർ നിക്കോൾ പ്രിസം. ഈ N1 N2 എന്താണ് നിക്കോൾ പ്രിസംസ് ആണ്. ദ ഫസ്റ്റ് നിക്കോൾ പ്രിസം വിൽ ആക്ട് ആസ് എ പോളറൈസർ ആൻഡ് സെക്കൻഡ് വൺ ആക്ട് ആസ് എ അനലൈസർ. ഇവിടെ നമുക്ക് ഈ സ്കെയിൽ ഉണ്ടാകും. ഇതിൻ്റെ എത്രയാണ് ഇതിൻ്റെ റൊട്ടേഷൻ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള സ്കെയിൽ ഉണ്ടാകും. ആൻഡ് യു ഹാവ് ദ ടെലസ്കോപ്പ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പൊളാരിമീറ്ററിൻ്റെ പാർട്സ്. ഏതൊക്കെ പാർട്സ് ആണത്? ഇത് ടെലസ്കോപ്പാണ്. ഈ ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട് നമുക്ക് ഇത് എന്താണ് ക്രോസ് പൊസിഷൻ ആണുള്ളത്, കംപ്ലീറ്റ് ഡാർക്ക്നെസ് അങ്ങനെ അത് നമുക്ക് പൊസിഷൻ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. But to find the specific rotation of solution, the analyzer is first adjusted such that the field of view is completely dark. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൽ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. ഫില്ല് ചെയ്യാതെ നമ്മൾ ആദ്യം ലൈറ്റ് ഓൺ ചെയ്യുന്നു, ഇതിലൂടെ നോക്കിയിട്ട് അനലൈസർ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലൂടെ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്യും. അതായത് ഇവിടുന്ന് ലൈറ്റ് വരുന്നു, അത് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഇതേ പ്ലെയിൻ ഓഫ് പോളറൈസേഷനിലായിരിക്കും. ആൻഡ് യു ക്യാൻ റൊട്ടേറ്റ് ദി അനലൈസർ ടു ദി ക്ലോസ് പൊസിഷൻ. അപ്പോൾ ക്ലോസ് പൊസിഷനിലാകുന്ന സമയത്ത് യു വിൽ ഗെറ്റ് കംപ്ലീറ്റ് ഡാർക്ക്. ഇവിടെ കംപ്ലീറ്റ് ഡാർക്ക് കിട്ടും. അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ അനലൈസർ ഇസ് ഫസ്റ്റ് അഡ്ജസ്റ്റഡ് സച്ച് ദാറ്റ് ദി ഫീൽഡ് ഓഫ് വ്യൂ ഇസ് കംപ്ലീറ്റ്ലി ഡാർക്ക്. Then the glass tube is filled with the solution and is held in position. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു സൊല്യൂഷൻ ഫില്ല് ചെയ്യുന്നു. ദ ഫീൽഡ് ഓഫ് വ്യൂ നൗ ബിക്കംസ് ഇലുമിനേറ്റഡ്. അപ്പോൾ നമുക്കറിയാം പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താകും, ഈ നിങ്ങൾക്ക് ഈ ടെലസ്കോപ്പിലൂടെ നോക്കുക, ക്ലോസ് പൊസിഷനിൽ നേരത്തെ ഡാർക്ക്നെസ് മാറി അവിടെ ബ്രൈറ്റ്നെസ് വരും. അപ്പോൾ ഇവിടെ ഇലുമിനേറ്റഡ് ആവും. The field of view can again be marked by rotating the analyzer through an angle which the optical rotation of the angle which gives the optical rotation of the solution. അപ്പോൾ ഇനിയും പിന്നെ അനലൈസർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ പിന്നെ എഗെയിൻ ഡാർക്ക്നെസ്സിലുള്ള പൊസിഷനിലേക്ക് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ്റെ റീഡിങ്ങും പിന്നെ ആദ്യം നമ്മൾ ഒരു ഒപ്റ്റിക്കൽ ആക്റ്റീവ് മെറ്റീരിയൽ ഒന്നും ഇല്ലാതെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ക്ലോസ് പൊസിഷനിൽ വയ്ക്കുന്നു, റീഡിങ് എടുക്കുന്നു, ദാറ്റ് ഇസ് θ1. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നു, നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ എന്താണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്
നമ്മൾ അനലൈസർ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അനലൈസർ എത്രത്തോളം റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. അപ്പോൾ അതായത് ഇപ്പോഴുള്ള അതായത് നമ്മൾ അനലൈസർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആംഗിൾ മെഷർ ചെയ്യുന്നു. ദാറ്റ് ഇസ് θ2. സോ θ2 മൈനസ് θ1 വിൽ ഗീവ് യു ദി ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് ദി സൊല്യൂഷൻ. നമുക്ക് അങ്ങനെ കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ഇവിടെ. ടു ഫൈൻഡ് ദി സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് അപ്പോൾ ഇതിൽ θ കാണുന്നതാണ് ഒരു കാര്യം, പിന്നെ എല്ലും സിയും നമുക്ക് കാണും. അപ്പോൾ S is equal to 10 θ/LC ആണ്. നമ്മൾ എയിം എന്ന് പറയുന്നത് സ്പെസിഫിക് റൊട്ടേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് സൊല്യൂഷൻ, ദ അനലൈസർ ഈസ് ഫസ്റ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ഫോർ ഈക്വൽ ഡാർക്ക്നെസ് വിത്തൗട്ട് സൊല്യൂഷൻ ഇൻ ദ ട്യൂബ്. അപ്പോൾ ഈക്വൽ ഡാർക്ക്നെസ്സിന് നമ്മൾ ഫിക്സ് ചെയ്തു. ദ റീഡിങ് ഓഫ് ഓൺ ദി സർക്കുലർ സ്കെയിൽ ഈസ് നോട്ട്. അപ്പോൾ അതിൻ്റെ θ1 നോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് എ ഒപ്റ്റിക്കലി ആക്റ്റീവ് സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ നോൺ കോൺസെൻട്രേഷൻ ആകുമ്പോൾ സി നമുക്ക് എഴുതി അറിയാം. അപ്പോൾ ഇനി ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഫീൽഡ് ഓഫ് വ്യൂ ഇസ് പാർഷ്യലി ഇലിമിനേറ്റഡ് ആവും. നമുക്ക് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്തത് കൊണ്ട്, ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട്. അപ്പോൾ എന്താണ്, അനലൈസർ റൊട്ടേറ്റ് ചെയ്തു ടിൽ ദ ഫീൽഡ് ഓഫ് വ്യൂ ബിക്കംസ് ഈക്വലി ഡാർക്ക്. അപ്പോൾ ഈക്വലി ഡാർക്ക് ആയുള്ള പൊസിഷൻ പിന്നെയും കണ്ടു. പിന്നെ റീഡിങ്, അതിന് നമ്മൾ റീഡിങ് കണ്ടുപിടിക്കുക സർക്കുലർ സ്കെയിലിൽ, ആൻഡ് ഇറ്റ് ഇസ് നോട്ടഡ് ആസ് θ2. ദ ഡിഫറൻസ് ബിറ്റ്വീൻ θ1 ആൻഡ് θ2 മൈനസ് θ1 എന്ത് കിട്ടും, വിൽ ഗീവ് യു ദി angular rotation of the plane of polarization. ആ വാല്യൂ നമ്മൾ θ എന്ന് പറയും, ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് θ. സോ θ അറിയാം. നമ്മൾ L എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് ആണ്. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഇവിടെ നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുള്ള ഇത്രയും ലെങ്ത്തിലാണ് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫില്ല് ചെയ്തത്. സോ ദിസ് ഇസ് ദ ലെങ്ത് ഓഫ് ദി ട്യൂബ് ഇസ് L. അപ്പോൾ അത് ലെങ്ത് അറിയാം. പിന്നെ സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ആണ്, അത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, സ്പെസിഫിക് റൊട്ടേഷൻ നമുക്ക് കാണാൻ പറ്റും. S is equal to 10 θ/LC വെച്ചിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ പ്ലോട്ട് എ ഗ്രാഫ് വിത്ത് കോൺസെൻട്രേഷൻ അലോങ് X ആക്സിസ് ആൻഡ് θ അലോങ് Y ആക്സിസ്. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. θ/C കണ്ടിട്ട് സ്ലോപ്പ് കണ്ടിട്ട് ആ സ്ലോപ്പ് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് ചെയ്യാം. 10 θ/LC അല്ലേ. സോ 10 divided by L into slope, that will give you the specific rotation. പിന്നെ ഇതിന് അൺനോൺ ഒരു തീറ്റ കണ്ടു കഴിഞ്ഞിട്ട് അതിന് അൺനോൺ കോൺസെൻട്രേഷൻ ആയിട്ടൊരു സൊല്യൂഷൻ്റെ തീറ്റ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫിൽ നിന്ന് അതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് പൊളാരിമീറ്ററിൻ്റെ വർക്കിംഗ്. പൊളാരിമീറ്റർ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ദ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൊളാരിമീറ്ററും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നുള്ള ടോപ്പിക്കുള്ളത്. ഓക്കെ, താങ്ക് യു.